നമസ്കാരം, എല്ലാവർക്കും ദീപാവലി ആശംസകൾ. നമുക്കിന്നൊരു ഉണ്ണിയപ്പാവാം. ആദ്യമായിട്ട് തന്നെ ശർക്കര പാവ് കാച്ചാം. നമുക്ക് ശർക്കര എടുത്ത് കുറച്ച് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് പാവ് കാച്ചുകയാണ്. നല്ല രീതിയിൽ പാവ് കാച്ചി അത് തണുപ്പിക്കാൻ വെക്കണം. അതിനുശേഷം നമുക്ക് എന്തൊക്കെ വേണം എന്നറിയാമോ? പാളയംകുടം പഴമാണ് നല്ലത്. പിന്നെ അരിപ്പൊടി, ഏലക്ക, നെയ്യ്, പിന്നെ നമ്മൾ കുറച്ച് റവ എടുക്കുകയാണ് ഇവിടെ. ഇതെല്ലാം എടുത്ത് വയ്ക്കുക. അതിനുശേഷം അരിപ്പൊടി നമ്മളൊരു പാത്രത്തിൽ ആദ്യമായിട്ട് എടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ പകുതി അളവ് മതി നമുക്ക് റവ എടുക്കാൻ. അതിനുശേഷമാണ് നമ്മൾ പാളയംകുടം പഴം എടുക്കുകയാണ്. അതിനെ ഒരു 3-4 പഴം എടുത്ത് നമ്മളൊരു മിക്സിയിലെടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഏലക്കയും കൂടെ എടുത്ത് നന്നായിട്ട് അടിക്കണം. നല്ല രീതിയിൽ തന്നെ അടിക്കണം. അതായത് ഏലക്കയൊക്കെ നന്നായിട്ട് പൊടിയണം. ആ രീതിയിൽ പൊടിച്ച് എന്നിട്ട് നമ്മൾ ഈ മാവിലോട്ട് ഇതിനെ ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ശർക്കര പാനി തണുത്തതിനെ നമ്മൾ അരിച്ചൊഴിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ചിലപ്പോൾ ഇതിൽ കല്ലൊക്കെ കാണും. അതുകൊണ്ട് നമ്മൾ ഇതിനെ അരിച്ചൊഴിക്കണം. എന്നാലേ ആ ഒരു കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറത്തുള്ളൂ. ഇതിലധികം കല്ലൊന്നും ഇല്ലായിരുന്നു. ചെറിയ രീതിയിൽ എന്നാലും അഴുക്കുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് തന്നെ വെക്കണം. ഇതിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും വെക്കുന്നതാണ് നല്ലത്. ഇതിൽ നമ്മൾ കുറച്ച് എള്ള്, അതിനുശേഷം തേങ്ങ കൊച്ചായിട്ട് അരിഞ്ഞിട്ട് അതിന് നെയ്യിൽ വറുത്തത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലോട്ട് ഈ മാവ് ഓരോന്നിലായിട്ട് ഒഴിക്കുക. ഒഴിക്കുന്നതിനൊരു ട്രിക്ക് പറയാം. ഒരു ഗ്ലാസ്സിലാക്കി നമ്മൾ ഈ മാവ് ഒഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ആകത്തില്ല. നമ്മൾ മറ്റേത് തവി കൊണ്ടൊക്കെ ഒഴിക്കുമ്പോൾ അവിടെ മൊത്തം മാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ വരില്ല. അതിന് ശേഷം ഒരു സൈഡ് വെന്തതിന് ശേഷം തിരിച്ചിടുക. നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ.